അലങ്കോലപ്പണികൾ കൂടി കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം സാധനം ഞെക്കാനാണ് ഹോണടിച്ച ഫൈന. ഇവിടെ UK പരിഷ്കാരത്തില് ചിലർ ആദ്യം വണ്ടിയൊക്കെ ഓടിക്കാൻ ശ്രമിച്ചു. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഒഫീഷ്യലി വെഡിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നലത്തെ വീഡിയോയിലൊന്നും കാണാത്ത കുറച്ച് 3 ആൾക്കാരുണ്ട്. നമുക്ക് ആദ്യം അവരെ നോക്കാം. യെസ്, ഹലോ. ഇന്ന് പറ്റിയ അത്രയും പറയാം. ശംഖു നമ്മളിന്ന് ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ട് അല്ലേ? അച്ചു കളിക്കുന്നില്ല, നമ്മളെല്ലാരും ഡാൻസ്. അതെ, DJ ഡാൻസിന് സെറ്റാണോ? അതെ അതെ. അപ്പൊ നമ്മൾ ഒരു റൗണ്ട് പ്രാക്ടീസും കൂടി കഴിഞ്ഞ് ഇപ്പം ഈ റൂം ഇങ്ങനെ കുറച്ച് മെസ്സി ആയിട്ടാണ്. ഇവരുടെ കുറച്ച് അലങ്കോലപ്പണികൾ കൂടി കഴിഞ്ഞാൽ ഇപ്പൊ ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് വന്നവരെയൊക്കെ അവര് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങളെയൊക്കെ മാലടി നമുക്ക് കിട്ടിയില്ല, ഞങ്ങൾ കുറെ നേരം അവിടെ ഇങ്ങനെ നിന്നു, പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. നമ്മൾ ഖേദം പ്രകടിപ്പിക്കുന്ന ആകാശ് പോയിക്കോളം പറഞ്ഞു. ഇത് ഇന്ന് രാവിലെ കോയമ്പത്തൂർ എത്തുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പ്രാക്ടീസ് സെഷൻസ് ആഡ് ചെയ്യാണ്. നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ സെറ്റ് അങ്ങനെയാ. എവിടെയെങ്കിലും ഉടക്കണം കൂടുന്നുണ്ടെങ്കിൽ നീ ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെക്കൻ്റെ അനിയത്തി ഫുള്ള് തിരക്കാണ്. എന്താ ഇന്നത്തെ മെനു? ഇന്നത്തെ മെനു ബിരിയാണി, കോളിഫ്ലവർ ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ തീർന്നു പോയി. സോറി. പാലയുടെ പ്രഥമൻ ഫ്രം ശ്രീലക്ഷ്മി. ഒറ്റപ്പാലത്തുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, ശ്രീലക്ഷ്മി ഇസ് എ ഫേമസ് ഹോട്ടൽ ഹിയർ. അതെ അതെ അതെ. മൈലാഞ്ചി ഒക്കെ നോക്കട്ടെ, ചുവന്നു. കൊള്ളാം കൊള്ളാം. ഡാൻസ് എല്ലാം സെറ്റ് ആണോ? പെട്ടിയൊക്കെ റെഡി ആണല്ലേ? ഹാളിൽ കണ്ടറിയാം. അതെ, അവിടെ അവിടെ ഒന്ന് കാണിച്ചു തരാം. എന്നാ പിന്നെ കഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പൊളി. ബൈ. പെട്ടികൾ കല്യാണ ചെക്കനായിട്ട് കാണാം. അപ്പൊ കോയമ്പത്തൂരാണ് വെഡിങ്. അതുകൊണ്ട് നമ്മളിപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം പോയിട്ടും എത്തുന്നില്ല എന്നുള്ള വൈബായിരുന്നു. എല്ലാവരും പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര ടയർഡ്. ബട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഓൺ ദി വേ കുറേ സാധനങ്ങൾ പിക്ക് ചെയ്യേണ്ടി വന്നു. അത് നോക്കാം. സോ ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് മോനുവിൻ്റെ വീട്ടിലാണ്. നമ്മൾ പോകുന്ന വഴിക്ക് അയൺ ബോക്സ് എടുക്കാമെന്ന് പ്ലാൻ ഇട്ടു. കാരണം അവിടെ ചെന്ന് ഇനി മടക്കി വെച്ച ഡ്രസ്സുകളെല്ലാം ചുളിയില്ലേ വീണ്ടും, അപ്പോൾ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എൻ്റെ സാരി ഞാൻ പ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും വാങ്ങാൻ വേണ്ടി വേഗം ഓടിപ്പോയി എല്ലാം. കാരണം അവിടെ എത്തുമ്പോൾ ഇല്ലെങ്കിൽ ലേറ്റ് ആവും. ഇന്ന് വൈകുന്നേരം തന്നെയാണല്ലോ ഇവൻറ്റ്. അത് കഴിഞ്ഞ് മോനുവിൻ്റെ ഒരു ഷൂവും എല്ലാം വഴിയിൽ നിന്ന് നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് പോകുമായിരുന്നു. അത് നമ്മൾ ട്രാഫിക്കിലായതുകൊണ്ട് വീഡിയോ എടുത്തില്ല. നീണ്ട 2.5 മണിക്കൂറിന് ശേഷം കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് കോയമ്പത്തൂർ. കണ്ടോ, ആൾക്കാരെല്ലാരും ലെഫ്റ്റിൽ കൂടി കയറും, തലയിൽ കൂടി കയറും. പറ്റിയ റെഡ് ലൈറ്റ് ഇട്ടാൽ വണ്ടികൾ പോകണമെന്നാണ് അർത്ഥം ഇവിടെ. അതെ, ഇവിടെ UK പരിഷ്കാരത്തില് ചിലർ ആദ്യം വണ്ടിയൊക്കെ ഓടിക്കാൻ ശ്രമിച്ചു അല്ലേ? നാട്ടിലെത്തി. അത് പറഞ്ഞിട്ട് 36 ഇടിച്ചിടല്ലേ? ഈ നടുവിലുള്ള സാധനം ഞെക്കാനാ വന്നിരിക്കണ്. എനിക്ക് ഹോൺ അടിച്ചിട്ടൊരു ശീലമില്ല. എന്താ അവിടെ ഹോൺ അടിച്ച ഫൈന? അല്ല, അവിടെ ഹോൺ അടിക്കാറില്ല. അവിടെ നിയമം പാലിക്കുന്നവരും. ഇവിടെ നിയമം തെറിയാണ് അർത്ഥം. നമ്മൾ തെറി വിളിക്കുമ്പോഴാണ് ഹോൺ അടിക്കുന്നത്. അപ്പൊ ഇവിടെ ഫുൾ ടൈം അടിക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ റൂം. പുറത്ത് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ അത് ആഡ് ചെയ്യാം ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ്. ഇവർ പെട്ടിയെല്ലാം എടുക്കാൻ പോയിരിക്കുവാണ് കാറിൽ നിന്ന്. അങ്ങനെ നമ്മളെല്ലാവരും സംഗീതിന് റെഡിയായി. ഞാൻ ഈ ബ്ലൗസ് കുറേ ചിന്തിച്ച് സ്റ്റിച്ച് ചെയ്തതാണ്. അടിപൊളിയായി വന്നു, എനിക്കിഷ്ടമായി. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതാണ് ഓഡിറ്റോറിയം.
അപ്പം ഞങ്ങൾ താഴെ നിന്ന് പതുക്കെ കയറി വരുമ്പോൾ ഇവരെ കാണുന്നില്ല. നോക്കിയപ്പോൾ രണ്ടുപേര് സ്റ്റേജിൽ മൈക്കെല്ലാം പിടിച്ച് നിൽക്കുന്നത്. അപ്പം അക്കു റെഡിയാണ്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇനി നമ്മൾ എൻട്രി ഡാൻസിന് ഉള്ള സ്റ്റെപ്സ് നമ്മൾ തീരുമാനിക്കുകയാണ്. അത് എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ, അത് സ്വാഭാവികം, എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് തുടങ്ങണോ അവിടുന്ന് തുടങ്ങണോ എന്നുള്ള കൺഫ്യൂഷൻ. അതിൻ്റെ ഇടയിൽ അവർ പാട്ടും വെച്ചു. അപ്പോൾ നമുക്ക് തിരിച്ച് കോർഡിനേറ്റ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ അക്കു കല്യാണ ചെക്കൻ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് സീനില്ല. പുള്ളിക്കാരുടെ ഓരോ സ്റ്റെപ്പിടും ഞങ്ങൾ നോക്കി കളിക്കും. അങ്ങനെയായിരുന്നു വൈബ്. നെക്സ്റ്റ് അവരുടെ ഒരു കപ്പിൾ ഡാൻസ് ആണ്. അതിനുള്ള സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുകയാണ് അവർ അവിടെ ഇരുന്ന്. പക്ഷെ അടിപൊളിയായിരുന്നു ആ ഒരു വൈബ്. പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി തുടങ്ങല്ലേ? ഒന്നും കഴിച്ചിട്ടില്ല കുറെ കാലമായിട്ട്. ഓ മൊത്തം മെനു വായിക്കാന്ന്. പാവ് ഭാജി ഉണ്ട്, റബ്ഡി ഉണ്ട്, മാംഗോ പിർണി ഉണ്ട്. ഇത് മധുരമാണ്, വലിയ പോരാ, കുഴപ്പമില്ല. കോക്കനട്ട് മാംഗോ പീസ് ഉണ്ട്. ഇത് അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഉള്ളത് പനീർ ടിക്ക, നോർമൽ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഈ ഡിഷ്. പിന്നെ കുഴിപ്പനിയാരം, മറ്റേ നമ്മൾ ഇഡ്ഡലി തട്ടിൽ പോലത്തെ ഒരു സംഭവം. പിന്നെ വെജ് ബിരിയാണി. പിന്നെ ഉള്ളത് ഓണിയൻ റൈത്ത. ഞാൻ സ്വീറ്റ്സ് ഒന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് എനിക്ക് മാംഗോ പിർണിയൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. നീർദോശയെല്ലാം അടിപൊളി. ഈ എണ്ണ ക്യാപ്സിക്കം ഞാൻ വിചാരിച്ചു ഫുൾ എണ്ണയിൽ മുങ്ങിയിട്ടായിരിക്കുന്നു, പക്ഷെ അടിപൊളി സാധനം. പിന്നെ നോർമൽ നമ്മുടെ റൈസൊക്കെ ഉണ്ട്. പിന്നെ മോർ മെർഗൈ എന്തോ സാധനം, അത് ഞാൻ വിചാരിച്ചു വേറെ എന്തോ ആണെന്ന്, പക്ഷെ അത് മുളക്, നമ്മുടെ ഉണക്കമുളകാണ് ആ സാധനം. തുടങ്ങിയോ? എങ്ങനെയുണ്ട്? മാസ്.
ഇതാണ് എൻ്റെ പ്ലേറ്റ്. തമിഴ്നാട്ടിൽ വന്നിട്ട് തൈര് സാദം എടുക്കാതെ എങ്ങനെയാണ്? എല്ലാവരും അത് ഓരോന്നെടുത്ത് എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത്തിരി എടുക്കുമ്പോൾ തന്നെ ഞാൻ അറിയും. ഇത് അവരെടുത്തൊരു ഫോട്ടോ. ഞങ്ങളെ കൊണ്ട് വട്ടം കറക്കുമ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പക്ഷെ ഇതാണ് ഔട്ട്പുട്ട്. 11:30 നമ്മളിപ്പം തിരിച്ചു പോവാ. ഈ പാർക്കിംഗ് ലോട്ടിൽ നമ്മുടെ കാറ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി എല്ലാവരും പോയി. അപ്പം എന്നാ പോട്ടെ. 10 മിനിറ്റിൽ എത്തേണ്ട നമ്മൾ കോയമ്പത്തൂര് മൊത്തം കറങ്ങി ഇപ്പൊ സമയം 12 മണി. എന്തിനു വേണ്ടിട്ടാ? 2 കുപ്പി വെള്ളം. 10:30 ശേഷം ആ ഏരിയ ഒക്കെ ക്ലോസ്ഡ് ആണ് അത്ര. അതുകൊണ്ട് ഏതാ കരിമ്പും തോട്ടോ? കരിമ്പ് കട പോയി ബീഫ് വാങ്ങിച്ചാന്ന് പറഞ്ഞ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട്. അപ്പൊ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.